രാമായണത്തിലൂടെയും ഗീതയിലൂടെയും നൽകുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് യുദ്ധമല്ല. അതിൻ്റെയൊക്കെ സന്ദേശം യുദ്ധമല്ല. മാമനുസ്മര യുദ്ധജ എന്ന് ഭഗവാൻ പറഞ്ഞെങ്കിലും അവിടെ ധർമ്മമാണ് പറഞ്ഞത്. ധർമ്മം അനുഷ്ഠിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ധർമ്മം അനുഷ്ഠിക്കാൻ, ധർമ്മം ഒരാൾക്ക് ഒരു യുദ്ധം ധർമ്മമായിട്ട് വരുമ്പോൾ അയാൾക്കത് ചെയ്തേ പറ്റൂ. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താ, നിലനിൽക്കേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ശാന്തി സമാധാനം ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ശാന്തിയും സമാധാനവും ഇവിടെ നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശമാണ് രാമായണത്തിലെ യുദ്ധത്തിലും മഹാഭാരതത്തിലെ യുദ്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് യുദ്ധങ്ങളുടെയും പിന്നിൽ അതാണ്. ശാന്തി സമാധാനവും അടുത്ത തലമുറയെങ്കിലും അനുഭവിക്കണം. കാരണം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലാണോ അധർമ്മം വർദ്ധിച്ചു വരുന്നത്, അവിടെ അശാന്തി ഉണ്ടാവും. അവർക്ക് മാത്രമല്ല, അവർ രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണെങ്കിൽ ആ പ്രജകളിലേക്കും അത് വ്യാപിക്കും. ഭഗവാൻ അതിൻ്റെ പരമാവധി ക്ഷമയുടെ നെല്ലിപ്പലക വരെ പോയിട്ടുണ്ട്. അതുപോലെ ശ്രീരാമ ഭഗവാനും അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് രാവണൻ്റെ മുമ്പിൽ. അത്രയും ക്ഷമയുടെ മൂർത്തികളായിരുന്നു അവർ. അപ്പോൾ ക്ഷമ കൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യം നടന്നു എന്ന് വരില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ യുദ്ധവുമാകാം.